കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവീൻ ഫ്രഷായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുവാണ്. ഈ സമയം ഗാഥ നവീനുള്ള ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുവാണ് കേട്ടോ. അന്നേരം നവീൻ ചോദിക്കണേ, അല്ല താൻ കഴിക്കുന്നില്ലേ? ഈ സമയം ഗാഥ പറയണേ, നവീൻ കഴിക്കുന്നത് നോക്കിയിരിക്കാൻ ഞാൻ. അതെന്താണെങ്കിലും വേണ്ട, എന്താണെങ്കിലും ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്നിച്ച് ഈ പ്ലേറ്റിൽ നിന്ന് തന്നെ കഴിക്കാം. അങ്ങനെ പറഞ്ഞ് നവീൻ ഗാഥക്ക് വായിൽ വെച്ച് കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ ഗാഥ ഒത്തിരി സന്തോഷത്തോടെ നവീൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുവാണ്. ഈ സമയം നവീൻ പറയണേ, എടോ ഗാഥ, ഇന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു തമാശ ഉണ്ടായി. ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് കാറിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയത്തെ മാണിക്കുഞ്ഞെ തന്നെ കണ്ടു എന്ന്, അതും ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അരികിൽ വെച്ച്. എന്നിട്ട് എന്തൊക്കെ പുകിലാണ് അയാൾ ഉണ്ടാക്കിയെന്നറിയോ? ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും അയാൾ വിട്ടുകൊടുത്തില്ല. അയാളെ കണ്ടതാണെന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുമായിരുന്നു. താൻ എന്നെ വിളിച്ചില്ലേ, അതിന് തൊട്ട് മുമ്പ് വരെ അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ താൻ വിളിച്ച കാര്യം പറഞ്ഞപ്പോഴാണ് അയാളുടെ സംശയം കുറച്ചെങ്കിലും ഒന്ന് മാറി കിട്ടിയത്. എന്നാലും അയാൾ വന്ന വഴിക്കൊക്കെ ഓർത്തറപ്പിച്ച് പറയുമായിരുന്നു, എന്നാലും ഉണ്ട് സാറേ, ഞാൻ ഗാഥാമടുത്ത് തന്നെയാണ് അവിടെ കണ്ടതെന്ന്. സത്യം പറയാലോ, മാണിക്കുഞ്ഞ് ഇതിനു മുമ്പ് പലതവണ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ ചെറിയമ്മയും കീർത്തിയും ചെറിയച്ഛനും ഒക്കെ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ ഇതേ കാര്യം തന്നെ. ഇനി ശരിക്കും തന്നെപ്പോലെ മറ്റാരെങ്കിലും ഉണ്ടോടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അയാളെ ഒന്ന് കണ്ടുപിടിക്കണം, എന്നിട്ട് അയാളുടെ അരികിൽ തന്നെയും കൊണ്ടുപോയി നിർത്തണം. എന്നാലേ എല്ലാവരുടെയും സംശയം പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുള്ളൂ. എന്നാലും അതൊരു വല്ലാത്ത തമാശ തന്നെ അല്ലേ കഥ? അതേക്കുന്നതും കാതൊക്കെ ദേഷ്യം വരുവാണ് കേട്ടോ. കഥ പറയണേ, ഒന്ന് നിർത്തുന്നുണ്ടോ നവീൻ? ഇത് മാണിക്കുഞ്ഞിൻ്റെ സംശയമാണോ അതോ നവീൻ്റെ ഉള്ളിലെ സംശയം നവീൻ ഈ രീതിയിൽ എന്നോട് ചോദിച്ചതാണോ? നവീൻ തോന്നുന്നുണ്ടോ എന്നെപ്പോലെ മറ്റൊരുത്തിയുണ്ടെന്ന്? ഇവിടെ പലരും പറയുന്നത് പോലെ ഞാൻ നവീൻ്റെ മുമ്പിൽ നാടകം കളിക്കുവാണെന്ന് തോന്നുന്നുണ്ടോ? എടോ ഗാഥ, ഇതൊന്നും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഒരു തമാശയായിട്ട് കണ്ടാൽ പോരെ? മതി, നിർത്ത്. തമാശ പറയുന്നതിനൊക്കെ ഒരു നേരവും കാലവും ഒക്കെ ഉണ്ട്. ഞാനത്ര സന്തോഷത്തോടെ നവീനെ കാത്തിരുന്നതെന്നറിയോ? എന്നിട്ടാണോ നവീനിൽ നിന്ന് ഇത്തരം വാക്കുകളൊക്കെ വന്നത്? എൻ്റെ എല്ലാ മൂഡ് സ്പോയിലായി. എനിക്കൊന്ന് കുറച്ച് നേരം ഒറ്റയ്ക്കിരിക്കണം. അങ്ങനെ പറഞ്ഞ് കഥ പോകാൻ തുടങ്ങുമ്പോൾ നവീൻ പറയണേ, എടോ താനിത് എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ കരുതിയത് ഇന്നെങ്കിലും നമുക്ക് നമ്മുടെ റൂമിൽ ടൈം സ്പെൻഡ് ചെയ്യാമെന്നാണ്. അന്നേരം കഥ പറയണേ, അതിനെ എൻ്റെ മനസ്സ് കൂടി ശരിയായിരിക്കണം. എൻ്റെ മൈൻഡ് ആകെ ഡിസ്റ്റർബ്ഡാണ്. എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്കിരിക്കണം, കുറച്ച് സമാധാനം വേണം. അങ്ങനെ പറഞ്ഞ് ഗാഥ ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. അന്നേരം ഗാഥയുടെ പെരുമാറ്റമൊക്കെ കണ്ട് നവീനും ആകെ ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. പിന്നീട് റൂമിലെത്തിയ ഗാഥ ആകെ ദേഷ്യത്തിൽ നവീൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുവാണ്. എന്നിട്ട് സിത്താരയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് കേട്ടോ. ഈ സമയം സിത്താര നല്ല ഉറക്കത്തിലായിരിക്കും. അങ്ങനെ ഫോൺ റിങ് ചെയ്യുന്ന വെച്ച് കേട്ട് സിത്താര പോയി എണീറ്റ് കോൾ അറ്റൻഡ് ചെയ്യുക. ഹലോ മോളെ, എന്താ നീരും നേരത്ത്? മമ്മി ഉറങ്ങുമായിരുന്നോ? അതെ. മമ്മിക്ക് ഇനി സുഖമായിട്ട് ഇറങ്ങാമല്ലോ. എല്ലാ കാര്യങ്ങളും സേഫാക്കി വെച്ചില്ലേ? എൻ്റെ സമാധാനമല്ലേ നഷ്ടപ്പെട്ടത്? എന്താ മോളെ നീ പറയുന്നത്? അവളുണ്ടല്ലോ, ആ കൃഷ്ണ, അവൾ പോകുന്ന പോകിൽ നവീൻ്റെ മുമ്പിൽ ചെന്ന് ചാടിയിട്ടാ പോയത്. നവീൻ അവളെ കണ്ടോ? നവീൻ കണ്ടില്ല, പക്ഷെ ആ മാണിക്കുഞ്ഞ് കണ്ടു. അവളെ ഇവിടുന്ന് നാട് കടത്തി വിടുവാണല്ലോ. അതിൻ്റെ ദേഷ്യം തീർക്കാൻ, എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയാണ് അവൾ മനഃപൂർവ്വം തന്നെയാണ് നവീൻ്റെ മുമ്പിൽ വന്നത്. അന്നേരം സിത്താര പറയണേ, മോളെ, അവൾ മനഃപൂർവ്വമാണോ അറിയാതെയാണോ വന്നതെന്നൊന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും ഇക്കാര്യം ചോദിച്ച് ഞാൻ അവളെ വിളിക്കാനും പോകുന്നില്ല. അവളോട് ഈ നാട് വിട്ടു പോകണമെന്ന് ഞാൻ പറഞ്ഞു. അവളും അവളുടെ അമ്മയും ഞാൻ പറഞ്ഞ ആ വാക്ക് അതേപടി അനുസരിക്കുകയും ചെയ്തു. അത് തന്നെ വലിയ കാര്യമാണ്. ഇനി മോളെ വിളിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഒന്നും ഞാനില്ല. മമ്മി അപ്പം എന്നെ കഴിഞ്ഞു ചെയ്യുവാണല്ലേ? മമ്മിയും കൂടി എന്നെ ഉപേക്ഷിച്ചോ പിന്നെ എനിക്കാരോ ഉള്ളത്? മമ്മി ഇപ്പോഴും അവളുടെ ഭാഗത്തു നിന്നാണല്ലേ സംസാരിക്കുന്നത്. അന്നേരം സിത്താര പറയണേ, ഞാൻ ആരുടെയും ഭാഗത്തു നിന്നല്ല സംസാരിക്കുന്നത്. നിൻ്റെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കഴിഞ്ഞു. ബാക്കിയെല്ലാം മോളെ നിൻ്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. നിൻ്റെ ജീവിതം എങ്ങനെ പോകണമെന്ന് ഇനി നീ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നിൻ്റെ മുമ്പിൽ ഒരു തടസ്സമായിട്ട് കൃഷ്ണയില്ല. കൃഷ്ണ ഈ നാട് വിട്ട് തന്നെ ദൂരേക്ക് പോയി കഴിഞ്ഞു. ഇനി നവീൻ്റെ ഒപ്പമുള്ള സന്തോഷകരമായ ജീവിതത്തിന് നീയാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ അതിലിനി മമ്മിക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. അങ്ങനെ പറഞ്ഞ് സിത്താര ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ കഥയാണെങ്കിൽ ആകെ ദേഷ്യത്തിലിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി നന്ദനും കൂടി സംസാരിക്കുന്നതാണ്. അന്നേരം നന്ദൻ പറയണേ, എന്താണെങ്കിലും ഗോപാലിൻ്റെ അടുത്തും സുനന്ദയുടെ അടുത്തും ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃഷ്ണയും തങ്കും എവിടേക്കാണ് പോയതെന്ന് ഒരു കാരണവശാലും പറയാൻ പോകുന്നില്ല. ഒന്നെങ്കിൽ അവർ നല്ലപോലെ പേടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആരും അവരെ നല്ല രീതിക്ക് പേടിപ്പിച്ചിട്ടുണ്ട്. ഈ സമയം മുത്തശ്ശി പറയണേ, നീ രണ്ടാമത് പറഞ്ഞതാകാനേ സാധ്യതയുള്ളൂ. സിത്താര അവർ ഭയപ്പെടുത്തിയിട്ടുണ്ടാവും. സിത്താരയുടെ ഭീഷണി ഭയന്നിട്ടായിരിക്കും തങ്കവും കൃഷ്ണയും ഈ നാട് തന്നെ വിട്ടത്. എന്താണെങ്കിലും നമുക്ക് അവരെ കണ്ടുപിടിച്ചല്ലേ പറ്റൂ. നവീൻ്റെ ജീവിതം ഇങ്ങനെ ഒന്നുമല്ലാണ്ടായി പോകുന്നത് നമുക്കങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റില്ലല്ലോ. അതേമേ, എന്താണെങ്കിലും എല്ലാ വിധത്തിലും കൃഷ്ണയെ കണ്ടുപിടിക്കാനുള്ള അന്വേഷണങ്ങൾ നടത്താം. അധികം വൈകാതെ തന്നെ കൃഷ്ണയിലേക്ക് നമുക്ക് എത്താൻ പറ്റുമായിരിക്കും. ഒന്നുമില്ലെങ്കിലും ഇത്രയും നാളും ആരാ എന്താണെന്നറിയാത്തൊരു കുട്ടിക്ക് വേണ്ടിയല്ലേ നമ്മൾ കാത്തിരുന്നതും അന്വേഷിച്ചതും എല്ലാം. എന്നാൽ ഇപ്പം അങ്ങനെയല്ലല്ലോ.
ആ പെൺകുട്ടി ആരാണെന്നറിയാം, അവളുടെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്നറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് അവളെ പെട്ടെന്ന് തന്നെ കണ്ടെത്തിയെടുക്കാൻ പറ്റും. ഈ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, പക്ഷേ നമ്മുടെ മുമ്പിൽ അധിക സമയമില്ല. ഗാഥ നവീൻ്റെ ഒപ്പമാണുള്ളത്. നവീൻ്റെ ചിന്തയിൽ അവൻ സ്നേഹിച്ച പെൺകുട്ടിയാണ് അവൻ്റെ കൺമുമ്പിലുള്ളതെന്നല്ലേ അവൻ വിചാരിക്കുന്നത്. ഗാഥയുടെ സ്വഭാവം ഓരോ സമയത്തും ഓരോ രീതിയിലാണ്. എങ്കിലും 2-3 ദിവസം അവൾ തുടർച്ചയായിട്ട് നല്ല രീതിയിലുള്ള സ്വഭാവം പിന്തുടർന്നു കഴിഞ്ഞാൽ നവീനും ഗാഥയും ചിലപ്പോൾ അടുത്തു വന്നിരിക്കും. അവർ ചിലപ്പോൾ ഒന്നിച്ചൊരു ജീവിതം ആരംഭിച്ചു വന്നിരിക്കും. അത് എന്തുകൊണ്ടും നമ്മുടെ കുടുംബത്തിന് ദോഷമാണ്. നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല, നവീൻ്റെ ജീവനും അവരൊന്നിക്കുന്നത് ആപത്താണെന്നാണ് സിദ്ധം പറഞ്ഞത്. സർപ്പശാപം മാറ്റി നാഗദൈവങ്ങൾ അനുഗ്രഹിച്ച ആ ഒരു പെൺകുട്ടിക്ക് മാത്രമേ നവീൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. നാഗദൈവങ്ങൾ അവരെ മാത്രമേ ഒന്നിപ്പിക്കുകയുള്ളൂ. അത് സിദ്ധം പറഞ്ഞിട്ടുണ്ട്. അതാണ് ചെറിയൊരാശ്വാസം. നമ്മുടെ മുമ്പിലേക്ക് കൃഷ്ണയെ കൊണ്ടുവന്നതും കൃഷ്ണ നവീൻ വിവാഹം നടത്തിയതുമൊക്കെ ആ ഭഗവാൻ തന്നെയല്ലേ. അപ്പോൾ നമുക്ക് മുമ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ തടസ്സങ്ങളും മാറ്റി കൃഷ്ണമോളെ തിരികെ നമ്മുടെ കളരിക്കൽ കുടുംബത്തിലെത്തിക്കാൻ ഭഗവാനെ കൊണ്ട് തന്നെ കഴിയും. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പിന്നീട് കാണിക്കുന്നത് ബസ്സിൽ സുനന്ദ പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്ന കൃഷ്ണനെയും തങ്കത്തിനെയുമാണ് കേട്ടോ. അങ്ങനെ അവർ ആ ഒരു സ്ഥലത്തെത്തി ബസ് ഇറങ്ങുവാണ്. ഈ സമയം കൃഷ്ണ പറയണേ, ഞാനേ സുനന്ദേച്ചി പറഞ്ഞ ആ മോളിക്കുട്ടിയുടെ നമ്പറിലേക്കൊന്ന് വിളിക്കാം. ബസ് ഇറങ്ങുമ്പോൾ ഇവിടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. കാണുന്നില്ല, വിളിച്ചു നോക്കാം. അങ്ങനെ പറഞ്ഞ കൃഷ്ണ ഫോണിൽ മോളിക്കുട്ടിയുടെ നമ്പറിലേക്ക് വിളിക്കുവാണ്. അന്നേരം മോളിക്കുട്ടി ഫോൺ എടുക്കുക. ഹലോ, മോളിക്കുട്ടിയല്ലേ? ഞാൻ സുനന്ദേച്ചി പറഞ്ഞ മനസ്സിലായി. ഞങ്ങളവിടെ എത്തിയോ? ഞങ്ങളിപ്പോൾ ബസ് ഇറങ്ങിയതേ ഉള്ളൂ. ഓ, ഞാനേ ഇറങ്ങാനായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി. ഇറങ്ങാൻ നേരമാണ് പശുവിനെ കറക്കാനുണ്ടായത്. അവളൊന്ന് നിന്ന് തരണ്ടേ? എന്താണെങ്കിലും ഞാനേ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്തിക്കൊള്ളാം. നിങ്ങൾ തൽക്കാലം അവിടെ എവിടെയെങ്കിലും ഒരു ചായയൊക്കെ കുടിച്ച് നിൽക്കുക. അപ്പോഴേക്ക് ഞാനവിടെ എത്തും. അങ്ങനെ പറഞ്ഞ് മോളിക്കുട്ടി ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം കൃഷ്ണ പറയണേ, അവർ ഉടനെ എത്താന്നാണ് പറഞ്ഞത്. തൽക്കാലം നമുക്കൊരു ചായ കുടിക്കാം, അമ്മ വാ എന്നും പറഞ്ഞ് അടുത്തുള്ള കടയിലേക്ക് ചെല്ലുവാണ്ട് കൃഷ്ണ. അങ്ങനെ 2 ചായയൊക്കെ പറയുവാണ്. അവർ രണ്ടാളോട് ചായ കുടിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയം അവിടുത്തെ ഒരു ഗുണ്ടയായ സെൽവൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാൾ ചായ കുടിച്ചിട്ട് പൈസ കൊടുക്കാതെ പോകുമായിരിക്കും. അന്നേരം ആ കടക്കാരൻ പറയണേ, അതെ സെൽവ, നിൻ്റെ പറ്റ് കുറേ കൂടിയിട്ടുണ്ട് കേട്ടോ. അന്നേരം സെൽവൻ ആ കടക്കാരനെ ഭീഷണിപ്പെടുത്തുക. അതെ, എന്നോടാണോ നിങ്ങൾ പൈസ ചോദിക്കുന്നത്? ഈ സെൽവത്തിൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാമല്ലോ. നാളെ മുതലേ നീയും ഉണ്ടാവില്ല, നിൻ്റെ കടയുണ്ടാവില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് സെൽവം അയാളെ ഭീഷണിപ്പെടുത്തുവാണ്. അന്നേരം അതൊക്കെ കണ്ടിട്ട് കൃഷ്ണ ആ കടക്കാരനോട് ചോദിക്കണേ, ചേട്ടാ ആരാ ഇയാളെന്താ പൈസ തരാതിരിക്കുന്നത്? ചേട്ടൻ ഇങ്ങനെ ഇയാൾക്ക് മുമ്പിൽ പേടിച്ച് നിൽക്കുന്ന കാര്യം എന്താ? അന്നേരം കൃഷ്ണയുടെ സംസാരമൊക്കെ കേട്ടിട്ട് സെൽവൻ അത് ശ്രദ്ധിക്കുവാണ്. എന്നിട്ട് സെൽവൻ കൃഷ്ണയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കണേ, നീ ഏതാടി പെങ്കോജെ? ഇതിനു മുമ്പ് നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഈ നാട്ടിലെ പുതിയതാണോ നീ? എങ്ങോട്ടാണ് നിനക്ക് പോകേണ്ടത്? എവിടേക്കാണെങ്കിലും വന്ന് വണ്ടി കയറിക്കോ, ഞാൻ നിന്നെ കൊണ്ടുവന്നാക്കാം. അന്നേരം കൃഷ്ണയാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നിൽക്കുവാണ്. ഈ സമയം അരികിൽ നിൽക്കുന്ന തങ്കത്തെ കണ്ട് സെൽവൻ ചോദിക്കണേ, ഇതാരാ? നിൻ്റെ അമ്മയാണോ? കണ്ടാ ചേച്ചിയാണെന്നേ പറയൂ. എന്താണെങ്കിലും 2 പേരും കൊള്ളാം. 2 ആളും വന്ന് വണ്ടി കയറുന്നേ. എടി വന്ന് വണ്ടി കയറാൻ എന്നും പറഞ്ഞ് കൃഷ്ണയുടെ കൈ കയറി പിടിക്കുവാണ്ടോ അയാളും. അന്നേരം കൃഷ്ണ കൈ എടുക്കാൻ പറയുന്നുണ്ട്. ഈ സമയം സെൽവൻ പറയണേ, ഈ സെൽവൻ ഒരു സാധനത്തിൽ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും അതിൽ നിന്ന് പിടിവിടൂല. വാടി ഇവിടെ എന്നും പറഞ്ഞ് കൃഷ്ണയെ ബലം പ്രയോഗിച്ച് വണ്ടി കയറ്റാൻ ശ്രമിക്കുവാണ്. അന്നേരം കൃഷ്ണ സെൽവത്തിൻ്റെ കാരണത്തിട്ട് എന്നൊന്ന് പൊട്ടിക്കുവാണ് കേട്ടോ. ഈ സമയം സെൽവമാണെങ്കിൽ ആകെ അങ്ങ് ദേഷ്യം കയറി ആൾക്കാർക്ക് മുമ്പിൽ നാണം കെട്ടി നിൽക്കുവാണ്. ഈ സമയം കൃഷ്ണ തങ്കത്തിനോട് പറയണേ, അമ്മ വാ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമായിരിക്കും. അന്നേരം സെൽവം വീണ്ടും കൃഷ്ണയുടെ അരികിലേക്ക് പോയി പ്രശ്നം ഉണ്ടാക്കുവാണ്. വീണ്ടും കൃഷ്ണയുടെ കൈ കയറി പിടിക്കുവാണ് കേട്ടോ. നീ അങ്ങനെ സെൽവത്തിൻ്റെ ദേഹത്ത് കൈവച്ചിട്ട് അങ്ങ് വെറുതെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചോ? നിന്നെ ഇന്ന് ഞാൻ വിടില്ലടി എന്നും പറഞ്ഞ് കൃഷ്ണയുടെ കയ്യിലെ ബലമായിട്ട് പിടിക്കുവാണ്. ഈ സമയത്തായിരിക്കട്ടോ മോളിക്കുട്ടി അങ്ങോട്ടേക്ക് വരുന്നത്. ഈ കാഴ്ച കണ്ട് ആ പെൺകുട്ടി വേഗം തന്നെ ഓടി വന്ന് സെൽവത്തെ തടയുക. അതെ സെൽവണ്ണ, നിർത്ത്, ഇത് എനിക്ക് പരിചയമുള്ള ആൾക്കാരാ, എന്നെ കാണാനാണ് വന്നിരിക്കുന്നത്. എടി ആരായാലും കൊള്ളാം, ഇവൾക്ക് ഈ സെൽവൻ ആരാണെന്ന് ശരിക്കൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. അങ്ങനെ പറഞ്ഞ് സെൽവൻ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം മോളിക്കുട്ടി ചോദിക്കണേ, നിങ്ങളൊക്കെ എന്ത് കാണാൻ നിൽക്കുവാണ്? ഒരു പെൺകുട്ടിയോട് അവൻ കാണിച്ചത് കണ്ടിട്ടും നാണമില്ലാതെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നല്ലോ. നിങ്ങൾ വാ എന്ന് പറഞ്ഞ് കൃഷ്ണയും തങ്കത്തിനെയും കൂട്ടി ഓട്ടോയിൽ കയറി മോളിക്കുട്ടി അവിടെ നിന്നും പോകുവാണ്. എന്തുപറ്റി? 2 ആളും പേടിച്ചു പോയോ? ഞാൻ വരാനേ കുറച്ച് ലേറ്റായിപ്പോയി, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അന്നേരം കൃഷ്ണ ചോദിക്കുക, ആരായാളും? അത് സെൽവൻ, ഇവിടുത്തെ ചെറിയൊരു ഗുണ്ടയൊക്കെ പോലെ തന്നെയാണ്. പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാ. ഇവിടുത്തെ ആൾക്കാർ പാവം ഇത് കാരണം അവൻ്റെ ഗുണ്ടായുസമൊക്കെ നടക്കുന്നു. പിന്നെ ഇതുപോലെ പെണ്ണുങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള രീതിയിലുള്ള പെരുമാറ്റമൊക്കെ അവൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. എൻ്റെ അടുത്ത് മുമ്പ് ഇതുപോലെ വന്നതാണ്, ഞാൻ കണക്കിന് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രതികരിച്ചാൽ ഒന്നും കടങ്ങി നിന്നോളും. ഇപ്പോൾ കൃഷ്ണ പ്രതികരിച്ചില്ലേ, അതുപോലെ
എന്തൊക്കെ പറഞ്ഞാലും കൃഷ്ണ കൊള്ളാട്ടോ, ഉഷിരുള്ള പെൺകുട്ടിയാ. സുനന്ദേശി പറഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ടാളും ഒരുപോലെയാണ്. അങ്ങനെ അവർ രണ്ടാളെയും കൂട്ടിക്കൊണ്ട് അവർക്ക് താമസിക്കാനായിട്ട് റെഡിയാക്കിയിരിക്കുന്ന വാടക വീട്ടിലേക്ക് പോകുവാണ്ടോ മോളിക്കുട്ടി. അങ്ങനെ വീടും സ്ഥലമൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുവാണ്. എന്താ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? സൗകര്യമൊക്കെ കുറച്ച് കുറവാണ്, എന്നാലും നമ്മുടെ കയ്യിലൊതുങ്ങുന്ന വാടകയ്ക്ക് പറ്റിയ വീടായത്. ഞങ്ങൾക്ക് വീട് സ്ഥലമൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് തങ്കോ കൃഷ്ണൻ പറയുവാണ്. ഈ സമയം മോളിക്കുട്ടി പറയണേ, എന്നാൽ നിങ്ങളൊന്ന് ഫ്രഷ് ആകുക, ഞാൻ അപ്പോഴേക്ക് അടുക്കളയിലേക്ക് ആവശ്യമായ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം. അന്നേരം കൃഷ്ണ കുറച്ച് പൈസ എടുത്ത് മോളിക്കുട്ടി കൊടുക്കുന്നുണ്ട്. എന്തിനാ ഇത്? അല്ല, അടുക്കളയിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമല്ലേ, അപ്പോൾ പൈസ ആവശ്യമില്ലേ? തൽക്കാലം ഈ പൈസ കൃഷ്ണയുടെ കയ്യിൽ തന്നെ വെച്ചോ. അത്യാവശ്യം കുറച്ച് കാശ് നിൻ്റെ ദുബായ് അമ്മാവൻ തന്നിട്ടുണ്ട്, ആവശ്യം വന്നാലേ ഞാൻ ചോദിച്ചോളാം. അങ്ങനെ പറഞ്ഞ് മോളിക്കുട്ടി അവിടെ നിന്നും പോകുവാണ്. ഈ സമയം തങ്കം പറയണേ, മോളെ കൃഷ്ണേ, ഗോപാലിനെ സുനിതയൊന്ന് വിളിക്ക്, അവർ നമ്മുടെ വിവരങ്ങൾ അറിയാനായിട്ട് കാത്തിരിക്കുമായിരിക്കും. അങ്ങനെ കൃഷ്ണ സുനന്ദയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് കേട്ടോ. അങ്ങനെ കൃഷ്ണ വിളിക്കുന്നത് കാണുന്നതും സന്തോഷത്തോടെ ഫോൺ എടുക്കുക. കൃഷ്ണേ, എന്തായി, അവിടെ കൃത്യമായിട്ട് എത്തിയോ? മോളിക്കുട്ടി നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്നിട്ടില്ലേ? എങ്ങനെയുണ്ട് അവിടേക്ക്, ഇഷ്ടപ്പെട്ടോ? അന്നേരം കൃഷ്ണ ചോദിക്കണേ, എൻ്റെ സുനിതേച്ചി ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ ചോദിക്കാതെ ഓരോന്നോരോന്നായി ചോദിക്കും. വീട് ഇഷ്ടമായോ? കുഴപ്പമില്ല. അപ്പോൾ നിനക്കധികം ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ അങ്ങനെയല്ല, വീടിനൊരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. ഗോപാലമാമ എവിടെ? ഇവിടെ ഉണ്ട്. ഗോപാലേട്ടാ ഒന്നിങ്ങ് വന്നേ. അങ്ങനെ ഫോൺ ഗോപാലിന് കൊടുക്കുവാണ്. മോളെ, അവിടുത്തെ സ്ഥലമൊക്കെ ഇഷ്ടമായോ? ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട്? പരിചയപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ ഗോപാലമാമ. എന്താണെങ്കിലും കൊള്ളാക്കട്ടോ. പിന്നെ ആ മോളിക്കുട്ടി ഉണ്ടല്ലോ, ഞങ്ങൾ പെട്ടെന്ന് കൂട്ടായി. മോളെ കൃഷ്ണമോളെ, എന്താണെങ്കിലും ഞങ്ങൾ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരാം. ഇതേ ഗോപാലമാമ, അങ്ങനെ വായി പിടിച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്കിവിടെ ഒരു കുഴപ്പമില്ല. ഞങ്ങളിവിടെ എത്തിയ കാര്യം ഗോപാലമാമേനെ സുനന്ദേച്ചിയൊക്കെ അറിയിക്കാൻ വേണ്ടി ഇപ്പോൾ വിളിച്ചത്. എന്നാലേ ഞങ്ങളിനി പിന്നെ വിളിക്കാം. അങ്ങനെ പറഞ്ഞ കൃഷ്ണ ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം ഗോപാലൻ സുനന്ദയോട് പറയണേ, കൃഷ്ണമോള് സന്തോഷത്തോടെ സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, എന്നാലും അവളുടെ ഉള്ളിൽ നല്ല സങ്കടമുണ്ട്. ഗോപാലേട്ടാ, ഇനി ഞാൻ അടുക്കളയിലേക്ക് കയറിയപ്പോഴേ കൃഷ്ണമോളെ ഒന്ന് വിളിച്ചായിരുന്നു കയറിയത്. സത്യം പറഞ്ഞാൽ അവൾ ഇവിടെ നിന്ന് പോയെന്ന് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. അന്നേരം ഗോപാലൻ പറയണേ, എൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. ലോട്ടറിയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത്ര ദിവസം കൂടെ കൃഷ്ണമോളുണ്ടായിരുന്നല്ലോ, അവളുണ്ടെങ്കിൽ ദൂരവും സമയവും പോകുന്നതറിയില്ല. എന്തേലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമല്ലോ. ഗോപാലേട്ടാ, എന്തെങ്കിലും സാഹചര്യങ്ങളെല്ലാം മാറി കൃഷ്ണക്കും തങ്കച്ചിക്കും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ പറ്റുമോ? അതൊന്നും നമ്മളെ കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ സുനന്ദേ. നമ്മൾ പണ്ട് വൈകിട്ട് ഉമ്മർത്ത് വന്നിരുന്ന് നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോലും സാധ്യതയില്ലാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കൂട്ടില്ലേ? അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് എന്ത് കാര്യം? അതിലൊരു കാര്യം പോലും നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല. ദൈവം തീരുമാനിച്ചതുപോലെ നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നടക്കും. കൃഷ്ണയെ ഈ നാട്ടിൽ തിരികെ എത്തിച്ച് അവൾ ആഗ്രഹിച്ച ജീവിതം കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെ സംഭവിച്ചാലും ശരി, കൃഷ്ണ ഈ നാട്ടിൽ തിരികെ വന്നിരിക്കും. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് ഗാഥയെ ഉപദേശിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സിതാര തന്നെയാണ്. സിതാര ഗാഥയോട് പറയണേ, ഇനി ഒരിക്കലും നവീനോടോ നവീൻ്റെ കുടുംബത്തോടോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എൻ്റെ മുമ്പിൽ വന്നിരുന്ന് കരയേണ്ടി വരരുത്. നിനക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അന്നേരം ഗാഥയാണെങ്കിൽ അതൊന്നും കേട്ടിട്ട് തീരെ ഇഷ്ടപ്പെടാത്ത പോലെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ഹോളിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന നവീനെയും ഗാഥേനെയുമാണ് കേട്ടോ. അന്നേരം ഗാഥയാണെങ്കിൽ നവീൻ്റെ മുമ്പിൽ സോഫയിലിരുന്ന് കാലമേ കാലും കയറ്റി വെച്ച് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അവർ തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് തർക്കമൊന്നുണ്ട്. ഈ സമയം ഗാഥ പറയണേ, നവീൻ്റെ ഇഷ്ടങ്ങൾ പറയുവാണ്. ഇവിടെയുള്ളവർ മുഴുവൻ നവീൻ്റെ ഇഷ്ടങ്ങളാണ് ശരിയെന്നും പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നു. അങ്ങനെയാണ് ഞാൻ പൂർണ്ണമായിട്ടും തെറ്റുകാരിയാവുന്നത്. അന്നേരം ഗാഥയുടെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് നവീൻ വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്